ഇന്ന് കറി വെക്കാനേ നമ്മൾ നട്ടൊന്നും കൊടുക്കാത്തൊരു സാധനം തോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറിക്കാനായിട്ട് വന്നതാട്ടോ. ഇതൊരു മുറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല അടിപൊളി അരിക്കൂണ്, നല്ല വിരിഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ കുറച്ച് വലിയ കൂട്ടം അരിക്കൂണ്, പിന്നെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും തെരഞ്ഞു വെക്കണം. ഇത് ഞാനല്ലട്ടെ കണ്ടത്, ഉമ്മ ഉപ്പേരിക്ക് കാന്താരിമുളക് പറിക്കാൻ വന്നപ്പോൾ കണ്ടതാ. ഉമ്മ വേഗം വിളിച്ചിട്ട് പറഞ്ഞത് കൂണുണ്ട്, വേഗം പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു നോക്കിയത്. അപ്പൊ നമുക്കൊന്ന് തിരയണം. ഈ അരിക്കൂണായതുകൊണ്ട് കൂട്ടം കൂട്ടായിട്ട് പല ഭാഗത്താണ് ഉണ്ടാവുക. അത് നോക്ക്, ഏലത്തിന്റെ അടിയിൽ ഒന്ന് ഏതായാലും പറിക്കട്ടെ. നല്ല ഫ്രഷ്. ഒന്നല്ല, ഒന്ന് പറിച്ചപ്പോൾ 3 വന്ന് കിട്ടുന്നില്ല. നോക്ക്, അടിപൊളി ആയിരിക്കും. നല്ല ഫ്രഷും ഉണ്ട്. ഇന്നലെയും മഴ പെയ്തുകൊണ്ടാണ് നല്ല കരുത്തിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ വെയിലാണെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞു കിട്ടൂല. മഴയും കറക്റ്റ് കിട്ടിയോണ്ടാട്ടെ ഇങ്ങനെ സൂപ്പർ. കത്തി എടുത്തത് കുഞ്ഞോൾ ആദ്യം പറയണേ വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ അരിക്കൂണൊക്കെ മണ്ണായി പോകും. അതാ അല്ല കാലൊക്കെ എന്താ നീട്ടം നോക്ക്. അപ്പൊ ആദ്യം കുഞ്ഞോൾ നമുക്കേ തിരയ എവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ കൂണാട്ടോ പ്രാവശ്യത്തിലെ കൂൺ ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. മഴയൊക്കെ നേരത്തെ ആയതുകൊണ്ട് ഭൂമിയെല്ലാം തണുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂണൊക്കെ നേരത്തെ ആയത്. ഫസ്റ്റ് നമ്മൾ അധികം നമുക്ക് മാങ്കൂണ്, നമ്മൾ പെരുങ്കാലി എന്നൊക്കെ പറഞ്ഞ ഒറ്റക്കൂനി എന്നൊക്കെ പറഞ്ഞ കൂന കിട്ടല്. ഇപ്രാവശ്യം നേരത്തെ തന്നെ നമുക്ക് അരിക്കൂന കിട്ടിയത്. അങ്ങോട്ടൊക്കെ തെങ്ങിന്റെ തടത്തിന്റെ അടിയിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് മഴയൊക്കെ ആയിട്ടാട്ടോ. ഇത്ര നേരത്തെ അല്ല, മഴ പോകുന്ന നോക്കില്ലല്ലേ. ചിങ്ങത്തിലുണ്ടായത്. കുഞ്ഞാത്ത പോയില്ലേ. ഇന്നലെ ഇത് കാണുകയാണെങ്കിൽ കുഞ്ഞാത്ത പോയില്ലേ. കുഞ്ഞാത്ത വെക്കേഷന് വന്ന് പോയി. ഓളുണ്ടെങ്കിൽ ഇതൊക്കെ പറിക്കാൻ ആൾ വേണം. അരിക്കൂണ് പിന്നെ നല്ല കൊതുവിന്റെ കടി കൊണ്ടുവേണം പറിക്കാൻ. നല്ല ക്ഷമ വേണം. അത്രയൊന്നും ഇല്ലല്ലേ. ഇത് എങ്ങോട്ടൊക്കെ ഒരു കാപ്പിന്റെ ഇലയില് ഇവിടെയൊക്കെ നിറച്ച് നമുക്ക് കരിയിലെങ്ങനെ കിടക്കുന്ന കാപ്പിയുടെ ഇല. അതിന്റെ ഉള്ളിലൊക്കെ വന്നിട്ട് അരിയൊക്കെ ഇങ്ങോട്ട് എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അരി. ഇന്നലെ ഞാൻ നാസറാക്കി ഇവിടെ ഏലത്തിന്റെ അടുത്തൊക്കെ വന്നിട്ട് കണ്ടില്ലല്ലോ. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങോട്ടോ കുഞ്ഞോളെ ഞാൻ മാറ്റി തരാ. നമുക്കിങ്ങനെ കാപ്പി കവാത്തെടുത്തതുകൊണ്ടേ അതിന്റെ കമ്പുകളാണ് ഈ കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ വന്നിട്ടാണ് കൂന് സെറ്റ് ആയിട്ടുണ്ട്. കേട്ടോ, എല്ലാം വിരിഞ്ഞു പോയിട്ടുണ്ട്. ഇല്ല കേട. ഇത് അങ്ങോട്ട് ഇതാ ഒന്ന് എല്ലാം ഒന്ന് നോട്ട് ചെയ്തൊക്കെ ആദ്യം, എന്നിട്ട് ഒരു തലക്കന്ന് പറിക്കുക. എവിടെയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല സന്തോഷം. എന്താ വെച്ചാൽ കൂണ് കിട്ടിയെന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ നേരത്തെ തന്നെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കൂണ് കിട്ടിയിട്ട് ഭയങ്കര കണ്ണ് കെട്ടി എനിക്ക് എന്നും കൂണിന്റെ വീഡിയോ ഇട്ടിട്ട്. പക്ഷെ തുടക്കം എന്തായാലും മോശമില്ല. ഇനി അങ്ങോട്ട് എന്തായാലും കൂൺ വീഡിയോ എങ്ങനെ കാണിച്ചു തരാമെന്നില്ല, എല്ലാവരും കൊതിപ്പിക്കാം. നമുക്ക് തുടങ്ങല്ലേ. ആദ്യം നമുക്ക് ഈ ഏലത്തിന്റെ അടുത്ത് മൊട്ട് നോക്കുന്ന ഇതാണ് സൂപ്പർ കേട്ടോ. കൂണ് കാണുമ്പോൾ ഏതാ പറിക്കേണ്ടി തോന്നില്ല. ഇത് ശരിക്കേ നമ്മളെ ഒറ്റക്കൂനൊക്കെ പറിക്കില്ല, വലിയ കൂന് അത് പറിക്കുന്ന പോലെ പറിക്കട്ടെ. അരിക്കൂന് കാല് നീട്ടുണ്ടെങ്കിൽ തന്നെ അരിക്കൂണ് പറിക്കാൻ സുഖമാണ് മുട്ടുകൾ. പിന്നെ വേഗം നമുക്ക് പറിച്ചെടുക്കാം. എന്തായാലും കുറച്ചൊക്കെ മണ്ണാവും, അതൊക്കെ കഴുകിയെടുത്താൽ പോവും. ഇത് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല ഞോളെ, കാല് നീട്ടല്ലോണ്ടേ. എന്താ പറയുക, ഈ ഭാഗത്ത് കൊതുവും കുറവുണ്ട്. മറ്റേ കൊതുവിന്റെ കടി കൊണ്ടിട്ട് പറിക്കാൻ നല്ല ക്ഷമ വേണം. എന്തായാലും ഇപ്പൊ കണ്ടത് നന്നായി. ഉച്ചയ്ക്ക് ശേഷം മഴ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കൂന് കേടായി പോവും. നല്ല വിരിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയും. അതൊക്കെ നല്ല ഇതിന്റെ ഉള്ളിൽ ഏലത്തിന്റെ കടേന്റെ ഉള്ളിൽ പോയിട്ടാണ് കൂനുണ്ടായിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടേ കത്തി മുകളിൽ നിന്ന് നോക്കാൻ അടിയുന്നതാ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയും. ഇനി എന്തായാലും ഈ മണ്ണൊക്കെ ഇതൊക്കെ മണ്ണുണ്ടാവും, അതൊക്കെ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ പോകും. എന്നാലും അരിക്കൂന് എല്ലാവർക്കും ഇത്ര ഫ്രഷിലും കിട്ടാനും പണിയാണ്. എന്തായാലും മണ്ണാ വറക്കൂല. നല്ല കറക്റ്റ് പാകട്ടോ. എന്തായാലും ഉമ്മ കാന്താരിമുളക് പറിക്കാൻ വന്നത് നന്നായി. നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും നമുക്ക് തന്നെ കിട്ടും. ആ കൂട്ടം നോക്ക്, പറിച്ചെന്നാല് ഇതിലിടില്ല കേട്ടോ. ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മുറിച്ചിട്ടേക്ക. ഏതായാലും കിട്ടിയതാ.
ഇങ്ങനത്തെ കാല് ഉയരം കുറഞ്ഞാലും പണിയാ. അല്ല കുറച്ച് എടുത്തിട്ടേ ഇതാ പരിപാടി. ചെറിയ മുട്ടൊക്കെ ഉണ്ടല്ലോ അതില്. ഇങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം കുറെ കൂണ്ടാവും കേട്ടോ. തുടക്കമാണെങ്കിൽ നമുക്കൊരു മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് കൂണുണ്ടായി തുടങ്ങുക. ഇപ്രാവശ്യം നല്ല മഴ കിട്ടിയല്ലോ നമുക്ക്. ചൂടൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞാലും മഴ ആവശ്യത്തിന് നല്ല കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല വലിയ മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത് കിട്ടിയാൽ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് തോട്ടത്തിലൊക്കെ എല്ലാ പണികളും എടുക്കാൻ പറ്റിയൊരു സമയമാണ്. വണ്ടുണ്ട് അതില്. ഹലോ, ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല തണുപ്പുണ്ടല്ലോ. വെയിൽ തട്ടിയാലാണ് കളറ് മാറുക. പിന്നെ ഓവർ വിരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് ഭാഗം. കൈ തട്ടല്ലേ, കത്തി തട്ടിപ്പോ. കത്രിക തെരഞ്ഞിട്ട് കാണേണ്ട തിരക്കില് കൂണ് കണ്ട് പറഞ്ഞിട്ട് ഓടിയതാ. ശരിക്കും നമ്മൾ കത്രിക എടുത്താ വരല്, കത്രിക ഒന്നും തെരഞ്ഞിട്ട് കാണില്ല. അപ്പം കത്തി എടുത്ത് ഓടിയതാ. പിന്നെ ഉമ്മ പറഞ്ഞ് അത്ര ചെറുതല്ല, വൃത്തിയാക്കാൻ എളുപ്പം കത്തിയായാലും മതിയായിരുന്നു. ഇതിന് മണ്ണ് ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ഷമയില് വൃത്തിയിലെ പറിക്കുക. ഉമ്മനെ വിളിച്ചിട്ട് വരണോ? അത്രയൊന്നുമില്ല, അമ്മക്ക് തന്നെ പറിക്കാനുള്ളൂ. നമുക്ക് വേഗം പറിച്ചു തീർക്കണം. ഇത് കുറച്ച് ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ 2 കൂണുണ്ടായിക്കണേ, കാപ്പിന്റെ ഉള്ളിലായിട്ട്. ഇലേന്റെ ഉള്ളില് മണ്ണും കട്ടന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആരെ കൊണ്ട വെച്ച പോലെയാണ് കൂണുണ്ടാവുക. എന്തായാലും ആദ്യമായിട്ടാണ് അരിക്കൂൺ ഇങ്ങനെ പെട്ടെന്ന് പറിച്ച് ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. അത്രയും ഉണ്ട് കേട്ടോ, നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയൊരു കറിക്കുള്ള കൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും മഴയൊക്കെ പെയ്തിട്ടുണ്ട്, തോട്ടത്തിലൂടെ നടന്നു നോക്കുക. എന്തായാലും അരിക്കൂൺ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. എല്ലാവരും ചെന്ന് നോക്കുക, എന്തായാലും കൂണ് കിട്ടാതെ വെക്കൂല.